ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടൊക്കെ തന്നെയാണ്. വയ്യായ്കളൊക്കെ മാറി മാറി വരുന്നുണ്ട്. എങ്കിലും ചെറിയൊരു ചുമയുണ്ട്. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചുമയ്ക്കുവേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് 25-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായ തിരക്കിലായിപ്പോയി. കുറച്ച് കല്യാണവും അങ്ങനെയൊക്കെ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വലിയ ഫങ്ഷനോ കാര്യങ്ങളോ ആർഭാടമോ ആഡംബരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ 4 പേരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ട്രെൻഡ്സിലാണ് വന്നത്. നമുക്കിവിടെ ആറ്റിങ്ങൽ 3 മുക്കിലുള്ള ട്രെൻഡ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് അവനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കും ഓരോ ജോഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഷർട്ടാണ് നോക്കുന്നത്. കൂടുതലും ടീഷർട്ടുകളാണ് അവനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഷർട്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് ഷർട്ടൊക്കെ നോക്കി. ആദ്യമൊന്നും പാകത്തിനുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാകത്തിനുള്ളതൊക്കെ കിട്ടി. നമ്മൾ ട്രയൽ ചെയ്തൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവനുണ്ട് പാൻസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ടോപ്പ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഞാൻ യെല്ലോ ഡ്രസ്സ് എനിക്ക് അങ്ങനെ ഇല്ല, അപ്പോൾ അത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 1-2 എണ്ണം ഞാൻ എടുത്ത് ട്രയൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ട്രയൽ ചെയ്യാനൊക്കെ കൊണ്ടുപോയി അതൊക്കെ എടുത്തു. പിന്നെ ലച്ചൂട്ടിനും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി എടുത്ത് നമുക്ക് കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂപ്പൺ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ പകുതി ക്യാഷ് അടച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ക്യാഷൊക്കെ അടച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി. നമ്മൾ അവിടെ നിന്ന് കവർ വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ കവർ പൈസ കൊടുത്ത് വേണം വാങ്ങാൻ. ഞാൻ കഴിവതും കവർ പൈസ കൊടുത്ത് വാങ്ങുന്നിടത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങാറില്ല. കാരണം നമ്മൾ ഇത്രയും രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കവറെങ്കിലും അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരണ്ടേ. അങ്ങനെ കാണിക്കാത്തടത്ത് ഞാൻ ചിലപ്പോൾ കവർ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ കയ്യിൽ വാങ്ങിയിട്ട് വന്നിട്ട് വണ്ടിയുടെ അകത്ത് വെച്ചിട്ട് കൊണ്ടുവരികയാണ് പതിവ്. കൂടുതലും ട്രെൻഡ്സിൽ നമുക്ക് പൈസ കൊടുത്താലേ കവർ കിട്ടാറുള്ളൂ. അപ്പം ഞാൻ കവർ വാങ്ങാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഗോതൂട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ കേക്കൊന്നും ഉണ്ടാക്കൽ നടന്നിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഒരു ചെറിയൊരു കേക്ക് വാങ്ങാം. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് ഒരു ഹൽദി ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യപരിപാടികളായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവന് കേക്ക് മുറിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് വേൾഡിൽ നിന്ന് ഒരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ഹാഫ് കേജിൻ്റെ ഒരു ചെറിയൊരു കേക്ക് വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം എല്ലാവരെയും വിളിക്കുന്നോ അങ്ങനെ ഒന്നുമില്ല. മമ്മിയെ ആരെയും വിളിച്ചിട്ടില്ല. എല്ലാവരും രാവിലെ വിഷൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കാരണം മമ്മിയുടെ വീടിനോട് ചേർന്നിരിക്കുന്ന വീട്ടിൽ കല്യാണമാണ്. അപ്പോൾ ഹൽദിയും റിസപ്ഷനും കല്യാണവും മറവീട് അങ്ങനെ എല്ലാ പരിപാടിക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ കേക്ക് എന്തായാലും മുറിക്കുന്നുണ്ട്. നമ്മൾ 4 പേരും കൂടിയിട്ട് ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് സെറമണി അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കേക്ക് വാങ്ങാനായിട്ട് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഗോതൂട്ടിന് വരണം എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനത്തെ കേക്ക് 1/2 കിലോൻ്റെ കേക്കുകളാണ് ഇരിക്കുന്നതൊക്കെ. കുറേയൊക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ 2-3 എണ്ണം പോയി കഴിഞ്ഞിരുന്നു. പിന്നെ ഇത് ഇപ്പുറത്ത് വലിയ കേക്കുകൾ, പീസ് കേക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ വലിയ കേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കുകൾ കണ്ടപ്പോൾ നല്ല കൊതിയായിട്ട്. എനിക്ക് കേക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ അധികം കഴിക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം ശ്രമിക്കാറില്ല. പക്ഷെ കിട്ടിയാൽ ഒരു കൺട്രോൾ ഇല്ലാതെ ഞാൻ കഴിച്ചു പോകും. അപ്പോൾ അതേ ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ ഈ ബ്ലൂബെറി കേക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിയത്. ബ്ലൂബെറി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഗോതൂട്ടിനും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലച്ചൂട്ടിന് എപ്പോഴും ചോക്ലേറ്റ് കേക്കുകളോടാണ് ഇഷ്ടം. എനിക്കും ചോക്ലേറ്റ് കേക്കാണ്, ചോക്ലേറ്റ് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് കേക്കുകളാണ് കൂടുതലും ഇഷ്ടം. എങ്കിലും ബ്ലൂബെറി എനിക്ക് ഇഷ്ടമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ പേരൊക്കെ എഴുതി ഹാപ്പി ബർത്ത്ഡേ ഗൗതു എന്നൊക്കെ എഴുതി വാങ്ങിയിട്ടുണ്ട്. 420 രൂപയോ മറ്റോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എത്ര ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പിന്നെ അതേ അവിടെ കുറേ ചോക്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ചോക്ലേറ്റുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒരു വല്ലാത്ത ടേസ്റ്റാണ്. ആ ടേസ്റ്റുള്ള ചോക്ലേറ്റുകളൊന്നും എനിക്കിഷ്ടമല്ല. ഒരു വഴുവഴുപ്പനാണ് ചോക്ലേറ്റുകൾക്ക്, അതെനിക്കിഷ്ടമല്ല. ഞാൻ കുറച്ച് കൂടിയ ചോക്ലേറ്റുകളൊക്കെ കഴിക്കാറുള്ളൂ. എനിക്കിഷ്ടം എപ്പോഴും സ്നിക്കേഴ്സ്, ബൗണ്ടി, ട്വിക്സ് അങ്ങനെയൊക്കെയുള്ള ചോക്ലേറ്റുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അതേ നമ്മൾ വീട്ടിലെത്തി കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ്. കേക്കൊക്കെ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. ഗൗതൂട്ടൻ ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവരെയും ആഡംബരവും ആർഭാടവും ഒന്നും കാണിച്ചില്ലെങ്കിലും അവൻ ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ 2 പേരും കൂടി ചേർന്ന് അവൻ്റെ കൈ പിടിച്ച് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി
പിന്നെന്താണ് കേക്ക് കട്ട് ചെയ്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ലച്ചൂട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തത് ഫസ്റ്റിലെ പറഞ്ഞത് പപ്പയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഫസ്റ്റിലെ ചേച്ചിയുടെ വായിലാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ചേച്ചി ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി. എന്നിട്ട് അവൻ എൻ്റെ വായിലേക്ക് വെച്ച് തന്നു. നല്ല ടേസ്റ്റായിരുന്നു കേക്ക്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താണ് അധികം സോക്കായി പോയിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലൂബെറി ആകുമ്പോൾ ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഈ ഫ്രൂട്ട്സ് കേക്കിന് പൊതുവേ അങ്ങനെ വരാറുണ്ടല്ലോ, ചെറിയൊരു പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരിത്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് കട്ടിങ് സെറിമണി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൽദി ഫംഗ്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഹൽദി തകൃതിയായി നടക്കുന്നുണ്ട്. പിന്നെ അതിലൊക്കെ പങ്കെടുത്തു. ഞങ്ങളും മഞ്ഞളൊക്കെ തേച്ചു, മഞ്ഞളല്ലല്ലോ, മഞ്ഞളും ചന്ദനമൊക്കെ തേച്ചു, ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് പൊറോട്ടയും ബീശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പൊറോട്ട വേണ്ടാത്തതുകൊണ്ട് ബീശപ്പാണ് കേട്ടോ മേടിച്ചത്. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചെന്ന് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട്, ഭയങ്കര മഴയും ഈ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഈച്ച കുറച്ചധികം ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.